ഛത്തീസ്ഗഡിൽ സേവനം നടത്തുന്ന ക്രൈസ്തവ പ്രേക്ഷിതരെ മതപരിവർത്തന നിയമലംഘനം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ നേരത്തെ പദ്ധതിയിട്ടതായി തെളിവുകൾ. ജൂൺ 30-ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിന്റെ ബലത്തിലാണ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ 2 സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുകയും 9 ദിവസം തടവിൽ വയ്ക്കുകയും ചെയ്തത്. സംസ്ഥാനത്തെ സാമുദായിക ഐക്യത്തിനും സാഹോദര്യത്തിനും ഭീഷണിയുണ്ടാകുമെന്ന മുൻവിധിയിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് കന്യാസ്ത്രീമാർക്കെതിരെ രാജ്യസുരക്ഷാ നിയമം ചുമത്തിയത്. സംസ്ഥാനത്ത് സാമുദായിക ഐക്യത്തിനും സാഹോദര്യത്തിനും ഭീഷണിയാകുന്നവർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കും. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ കളക്ടർക്ക് ഈ നിയമം ഉപയോഗിക്കാൻ സാധിക്കും. സാമുദായിക ഐക്യത്തിന് ഭീഷണിയാകുന്നതോ അല്ലെങ്കിൽ ആകാൻ പോകുന്നവയോ ആയതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് പൊതുക്രമ സമാധാനത്തെയും സംസ്ഥാനത്തിന്റെ സുരക്ഷയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാൽ 1980-ലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നൽകുന്നുവെന്നാണ് ഉത്തരവ്. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ജൂലൈ 25-നാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിസ്റ്റർമാരായ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്.